ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചോണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ്. അയാളെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ട് പോകണമെന്നാണ്. ഞങ്ങൾ അതിനകത്ത് തുടക്കം മുതലേ പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞു അദ്ദേഹം അറസ്റ്റിലായി എന്നുള്ളത്. അത്തരം ഒരു ലോ എടുക്കുന്ന ഒരു പ്രൊസീഡ്സിലും ഒരു പ്രൊസീജിയറിലും അതിന് തടസ്സമായി കോൺഗ്രസ് പാർട്ടിയോ അതിൻ്റെ ഒരു നേതാവോ സ്വന്തം ഭർത്താവിരിക്കെ ഇനി അവർ തമ്മിൽ എന്ത് പ്രശ്നമായിക്കോട്ടെ, അപ്പം ഈ അതിജീവിത എന്ന പുതിയ പരാതിക്കാരി ചെയ്തു കൂട്ടിയത് എന്താണ്? അത് അവിഹിതമല്ലേ? എന്തുകൊണ്ടാണ് അവർ ചെയ്ത തെണ്ടിത്തട്ടി പറ്റി ആരും സംസാരിക്കാത്തത്? അനീഷ ശ്രീമതി അനീഷ, ഞാൻ സ്ത്രീകളുടെ പ്രതികരണം കേൾക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. കാരണം നമ്മുടെ പൊതുവേദിയിലെ സ്ത്രീകൾക്ക് എന്താ പറയണ്ടേന്നൊന്ന് കേൾക്കാൻ. പിന്നെ ഇത് ഗണേഷ് കുമാർ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടോ? പിന്നെ ഈ കാനഡക്കാരുടെ ഹസ്ബൻഡ് ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയണമല്ലോ. പുള്ളിക്കാരി ഡിവോഴ്സ് ആണോ? ഇതെങ്കിലും ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ ഇതിനെ കുറിച്ച്? ആരെങ്കിലും പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണം. പക്ഷേ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക. രാഹുലിനെ ഇഷ്ടപ്പെടുന്നവര്, പിന്നെ ജസ്റ്റിസ് ഫോർ രാഹുൽ എന്നും കൂടെ കമന്റ് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ, സബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക. വീഡിയോയിലോട്ട് പോവാം. രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നത്. ഒരുപാട് നേതാക്കന്മാര് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗണേഷ് കുമാറിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് ചിരി വന്നത്. ഈ അടുത്ത സമയത്തല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം കുറച്ച് ഫോട്ടോസ് ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അടി കിട്ടിയതിന്റെ ഒക്കെ. പിന്നെ അന്നത്തെ നല്ലവനായിട്ട് ഉണ്ണികളായിരുന്നല്ലോ ഇവറ്റകളൊക്കെ. ഇപ്പൊ വന്നിട്ട് രാഹുലിനെതിരെ സംസാരിക്കുന്ന ഇവറ്റകൾക്കൊക്കെ നാണമില്ലെന്ന് ഞാൻ ആലോചിച്ച് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്ത്രീകളും രംഗത്ത് വന്നിട്ടുണ്ട്, ഈ പറഞ്ഞ രാഹുലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വീട്ടമ്മമാർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കണം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ മഹത്തായ വ്യക്തിന്റെ വീഡിയോ ഒന്ന് വെച്ച് തരാം. മറ്റാരെയല്ല, ഗണേഷ് കുമാറിന്റെ. പണ്ട് ഗണേഷ് കുമാറിന്റെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുള്ളതാ മോ കാണിച്ച തോന്നിയാസത്തിനെ കുറിച്ച്. ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചോണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ്. അയാളെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ട് പോകണമെന്നാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഉണ്ട്. കോൺഗ്രസിന് എന്താ വിട്ടുപോയത്? അത് പറ, നിങ്ങൾ എന്തുകൊണ്ട് വിട്ടുപോയി? ഞാനിവിടെ സരിത കേസ് കേട്ടും മറ്റേ കേസ് കേട്ടും മറിച്ച കേസ് കേട്ടും ഒന്നും ഇനി പഴയലോട്ടൊന്നും പോകുന്നില്ല. പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അന്ന് ചെയ്തതൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല. ഭാര്യയുടെ ചെയ്ത ദ്രോഹത്തിനെ കുറിച്ചൊന്നും ഇവിടെ ആരും ഒന്നും മറന്നിട്ടില്ല. പിന്നെ ഞാൻ ആലോചിച്ച് പോകുന്നത്, ഒരു ഉളുപ്പില്ലേ, നാണവും മാനവും ഇല്ലേ? കാലം മാറി. ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ് ഇവിടെ കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. ഇപ്പോൾ ഓരോ ദിവസവും കൂടി വരുമ്പോൾ 10, 20, 30 റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്ന പിള്ളേരൊക്കെ കയറി വന്നുകൊണ്ടിരിക്കുക. അവർ പഴയതും പുതിയതും എല്ലാം കൂടെ എടുത്തങ്ങ് തൂക്കിയിട്ട് ഒരു അടിക്കും. അത് കൊണ്ടാ പിന്നെ അതുപോലെ ഇരിക്കേണ്ടി വരും. മഹത്തായ വ്യക്തിയോടാണ് ഞാൻ ഈ പറയുന്നത്. കഷ്ടം. ഇവിടെ ഒരു മര്യാദയൊക്കെ വേണ്ടേ, കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടേ? കോൺഗ്രസിൽ നിന്ന് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി അതുപോലെ ഒരു നിലപാട് നിങ്ങളുടെയൊക്കെ പാർട്ടിയിൽ എടുത്തിട്ടുണ്ടോ? എന്റെ പൊന്നു സാറേ. മുകേഷ് മുകേഷിന്റെ കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ അടുത്ത സമയത്ത് മുകേഷിനോട് മീഡിയക്കാർ ചോദിച്ചായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം. അയ്യോ, അതൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല. തന്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ മുകേഷ് ആയിരിക്കും. ഇത് പറയാൻ എന്ത് യോഗ്യതയുണ്ട്? എന്തായാലും ഷാഫി പറയുന്ന ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. ഞങ്ങൾ അതിനകത്ത് തുടക്കം മുതലേ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അദ്ദേഹം അറസ്റ്റിലായി എന്നുള്ളത്. അത്തരം ഒരു ലോ എടുക്കുന്ന ഒരു പ്രൊസീഡ്സിലും ഒരു പ്രൊസീജിയറിലും അതിന് തടസ്സമായി കോൺഗ്രസ് പാർട്ടിയോ അതിൻ്റെ ഒരു നേതാവോ ഞങ്ങൾ ആരും വന്ന് നിന്നിട്ടില്ലല്ലോ. പാർട്ടിയിൽ അങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ പാർട്ടിയിലെ സസ്പെൻഷൻ കഴിഞ്ഞു. ആ സസ്പെൻഷന് ശേഷം പരാതി ലഭിച്ചപ്പോൾ പാർട്ടി തന്നെ അത് പോലീസിന് കൈമാറി. ഇപ്പോൾ അതിൻ്റെ ശേഷം തന്നെ പാർട്ടി ഡിസ്മിസലും കഴിഞ്ഞു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇപ്പോൾ നിയമപരമായ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നീതി നടക്കട്ടെ. എന്താണോ സത്യസന്ധമായ കാര്യങ്ങൾ അത് ഈ നിയമപരമായ പ്രൊസീജിയറിൽ പുറത്തു വരട്ടെ. ആ പുറത്തു വരുന്നതിനനുസരിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിയമം തീരുമാനിക്കട്ടെ. അതിന് തടസ്സമായിട്ട് കോൺഗ്രസ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയിലെ സഹപ്രവർത്തകരോ സുഹൃത്തുക്കളോ ആയ ആരും ഞങ്ങളൊരു ലീഗൽ പ്രൊസീജിയറിന് തടസ്സം നിൽക്കുന്ന തരത്തിൽ ഷീൽഡുമായി ഞങ്ങൾ ആരും ഇറങ്ങി നിന്നിട്ടില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ സാഹചര്യങ്ങളും പാർട്ടി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ രാജിയെ സംബന്ധിച്ചും പിന്നെ രാജി കോൺഗ്രസ് ആവശ്യപ്പെടുന്നതിനെ സംബന്ധിച്ച് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ പ്രതികരിച്ചു കഴിഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല.
അതുകൊണ്ട് തന്നെ ഫർദർ ഇനി എന്തെങ്കിലും അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഭാഗമല്ല. എത്ര നാൾ കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നാണവന്മാരും കെട്ടവന്മാരെ നിങ്ങളോടൊക്കെ എത്ര നാൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ തന്നെയാണ് ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ ആണെങ്കിലും വി ഡി സതീശനെതിരെ വീഡിയോ ഇട്ടതും ഈ പറയുന്ന ഷാഫി ഉൾപ്പെടെ ചതിച്ചതും രമേശ് ചെന്നിത്തല ഉൾപ്പെടെ കാലുമാറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തത്. അതൊക്കെ ലക്ഷങ്ങൾ ആൾക്കാർ കാണുകയും ചെയ്തതാണ്. നിങ്ങളുടെയൊക്കെ തലയിൽ എന്താ ഊളയാണോ ഇരിക്കുന്നത്? ഇങ്ങനെ വന്നിട്ട് എന്തിനാണ്? സ്വന്തം പാർട്ടി കാണിച്ച തോന്നിവാസത്തിനെ കുറിച്ച് പോലും ചോദ്യം ചെയ്യാൻ കഴിവില്ലാത്ത കുറെ നാളുകൾ ഇരിക്കുമ്പോ പിന്നെ എന്താ പറയാനാണ്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ശബരിമല കേസ് കേട്ട് അയ്യപ്പന്റെ ഞാൻ ഗണേഷ് കുമാർ എന്റെ പൊന്നെ എനിക്ക് പുച്ഛം വരുള്ളൂ. അയ്യപ്പന്റെ വിഗ്രഹം അതുപോലും തോണ്ടിയെടുത്ത് മുടിപ്പിച്ച് തിന്ന് ഇട്ട് ഒരു മാനവും ഇല്ലാതെ ഓരോരുത്തന്മാർ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഉളിപ്പില്ലേന്ന് ഞാൻ ചോദിക്കുന്നത്. നാട്ടിലെ ഏറ്റവും വലിയ കാര്യമല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പെണ്ണ് കേസ്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടി ഈ അടുത്ത് 2 ദിവസം മുമ്പ് സ്കൂളിൽ മദ്യപിച്ചൊരു കൊച്ചിനോട് ചെയ്ത തോന്നിവാസം, അതിന്റെ ഫോട്ടോസ് എടുത്തത്, അതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് രാത്രി 12 മണിക്ക് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്, അതുപോലെ തന്നെ അമിത്ഷാ വന്നിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അന്നത്തെ ദിവസം എല്ലാം കൂടെ മുൻകൂട്ടി അങ്ങ് ചെയ്ത്. പിന്നെ ആരും ഒന്നും മറന്നിട്ടില്ല. MLA ചോദ്യം ചെയ്തത്, നമ്മുടെ മറ്റേ MLA ചോദ്യം ചെയ്തതൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല. അതും കൂടെ ആലോചിച്ച് നോക്കണം. ശബരിമല വിഷയത്തിലാണ് നിങ്ങൾ കണ്ടോ? ഇതിപ്പോ രാഹുലിന്റെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അത് അണയും. അപ്പോൾ ഓരോന്ന് പൊങ്ങി ഇങ്ങനെ വരും. കൂടുതലായിട്ടൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല. ഞാൻ ഷാഫി പറയുന്ന വാക്യം കൊണ്ടൊന്ന് വെക്കാം. അത് കഴിഞ്ഞ് സ്ത്രീകൾക്ക് എന്ത് പറയാനുണ്ടെന്ന് വെച്ചാൽ അതും കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ ഒരു നടപടിയായി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അവർ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലിഞ്ഞൊരു അഭിപ്രായം പ്രത്യേകിച്ച് ഇൻഡിവിജ്വലി ഞാൻ എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമില്ല പാർട്ടിയുടെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലക്ക്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഞാനുമായിട്ടുള്ള സൗഹൃദത്തെ സംബന്ധിച്ചാണ്. ആ സൗഹൃദവും ഒരു പാർട്ടി നടപടിക്കും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്ത് മാറ്റുന്നതിലോ അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനകത്തോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യത്തിലോ അത് പാർട്ടിക്ക് ഒരു തടസ്സമായിട്ട് അതും മാറിയിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് ആസ് സച്ച് എ പാർട്ടി എന്നുള്ള നിലക്ക് ഇത്തരം ഒരു കാര്യത്തിൽ മറ്റേത് പ്രസ്ഥാനവും സ്വീകരിച്ചതിനേക്കാളും ക്ലാരിറ്റി ഉള്ള നിലപാടുകളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. അതുകൊണ്ട് അത് ഞാൻ അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ, അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, അതിൻ്റെ സത്യവും നീതിയും തെളിഞ്ഞു വരട്ടെ. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങളിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ഞങ്ങൾ മറുപടി പറഞ്ഞു. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഉപദേശിക്കുന്ന ആളുകൾ, ഞാൻ ഈ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു, ഈ വിഷയത്തിൽ ഇനി ഫർദർ പ്രതികരണത്തിനില്ല, ഒറ്റ കാര്യം കൂടെ പറയുന്നു. ഇങ്ങനെ ഒരു വിഷയത്തിൽ ഞങ്ങൾ ഉപദേശിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ജയിലിലും പാർട്ടിയിലുമുള്ള ആളുകൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ജയിലിലും പാർട്ടിയിലുമുള്ള ആളുകൾ രണ്ടിടത്തും തുടരുകയാണ്. ശബരിമല കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ ജയിലിലും തുടരുകയാണ്, പാർട്ടിയിലും തുടരുകയാണ്. മറ്റാരോപണങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ നിയമസഭയിലും തുടരുകയാണ്, അവരുടെ പാർട്ടിയിലും തുടരുകയാണ്. അതൊക്കെ ഒരു നടപടിയും അവരാരും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ ഉപദേശം ഇത്തരം കാര്യങ്ങളിൽ വേണ്ട. കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടും കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നടപടികളും അവർക്കത് ബോധ്യമുള്ളതാണ്. ഇത് മാത്രം മതി. ആദ്യം കൂടെ നിൽക്കുന്നവന്മാരെ സൂക്ഷിക്കാൻ പഠിക്കുക. ഇവിടെ ഓരോരുത്തരും കൊടി അതും ഇതും മറ്റേതും മറിച്ചതൊക്കെ കാണിക്കുമ്പോൾ നിന്റെയൊക്കെ കൂടെ നിന്ന് നിന്നെയൊക്കെ കൊണ്ട് തന്നെ പട്ടിയെ പോലെ ഇതുപോലെ പണിയെടുപ്പിക്കും. രാഹുലിന്റെ നെഞ്ചത്ത് പോകും, അത് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വാലാട്ടി പട്ടികളായിട്ട് നിൽക്കുന്ന കുറെ താഴ്ത്തട്ട് നിൽക്കുന്ന കുറെ പിള്ളേരുണ്ട് നിങ്ങളെ പെടുത്തുന്നത്. മോളിൽ ഇരുന്ന് ഇവന്മാർ കാണിക്കുന്ന ഓരോ തോന്നിവാസത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച് നടക്കുന്ന കുറെ പിള്ളേരുണ്ട്, ഇവന്മാർ കാണിക്കുന്ന തോന്നിവാസത്തിന് വേണ്ടി. ഞാൻ ഒന്നേ പറയാറുള്ളൂ, ഇപ്പം ഏത് പാർട്ടി ആയിക്കോട്ടെ, തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം. ഞങ്ങളുടെ നാട്ടിൽ എന്നെ ഈ അടുത്ത സമയത്താണ് തോന്നുന്നത് എല്ലാവർക്കും ഇച്ചിരി ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഞാൻ നേരത്തെ എല്ലാം തുറന്നടിച്ചങ്ങ് പറയും, നിങ്ങൾക്ക് വേറെ പണിയില്ല, ഇതാണോ മറ്റാണോ മറിച്ചാണോ, നിങ്ങൾക്ക് വിവരമില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരു വ്യക്തി ആരും അക്സെപ്റ്റ് ചെയ്തില്ല. എന്നെ ആർക്കും കണ്ടെടുത്താൽ കണ്ടുകൂടായിരുന്നു. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കണം. പറഞ്ഞ മനസ്സിലായോ? അവർക്ക് വേണ്ടി സംസാരിക്കണം. അല്ലാതെ ചുമ്മാ ഇങ്ങോട്ട് വന്നിട്ട് മൂട് താങ്ങി നടക്കുന്നത്, അല്ലെങ്കിൽ പോട്ടെ ഒരു പഞ്ചായത്തിൽ ഒരു മെമ്പർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമായിട്ട് കൊടുക്കുക, അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ മാത്രം പോകുന്ന രാഷ്ട്രീയം, അങ്ങനെ എന്താ പറയണ്ടേ, അങ്ങനെ ഒരാൾ നേതാവാവില്ല. അത് മനസ്സിലാക്കണം. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് ഇനി രാഹുൽ ഈശ്വർ പറയുന്ന വെക്കാം, പിന്നെ 2 സ്ത്രീകൾ സംസാരിക്കുന്ന വീഡിയോ ഉണ്ട്, ഞാൻ അതും വെക്കാം. റേപ്പ് ചെയ്തു, ഉപദ്രവിച്ചു, മുഖത്തു തുപ്പി, അടിച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഫ്ലാറ്റ് മേടിച്ച് ജീവിക്കാം അല്ലെങ്കിൽ ഫ്ലാറ്റ് മേടിക്കാം എന്ന സംസാരം ഒരാളോട് എടുക്കൂ. അപ്പോൾ ഈസി ആയിട്ട് ആരെയെങ്കിലും കൊടുക്കാൻ, ഇപ്പം ചില പോലീസും നിയമവിദഗ്ധരും തന്നെ പറയുന്നുണ്ട്, എല്ലാ പ്രൊസീജിയറും തെറ്റിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. അതായത് ഒരു വിദേശ രാജ്യത്താണ്, രാജ്യത്തിന്റെ പേര് പോലും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. ആ വിദേശ രാജ്യത്തു നിന്നുള്ളക്കം മുഖ്യമന്ത്രിക്ക്, ഇപ്പൊ അങ്ങനെയാണ് പുതിയൊരു ട്രെൻഡ്, പരാതികളെല്ലാം മുഖ്യമന്ത്രിക്കാണ് വരുന്നത്.
കാര്യം എന്തുകൊണ്ടാ അങ്ങനെ പറയുമ്പോഴേ ശ്രദ്ധ കിട്ടുള്ളൂ. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോഴേ. രണ്ടാമത്തെ പരാതിക്കാരി KPCC പ്രസിഡന്റാണ്, ഇമെയിൽ അയക്കുന്നത്. എന്തുകൊണ്ടാ എന്ന് പറഞ്ഞാലേ ന്യൂസ് വാല്യൂ കിട്ടുള്ളൂ. ഇത് അടുത്ത ആഴ്ച ഇത് ചോദ്യം ചെയ്യാൻ ഞാൻ ഉണ്ടാവുമോ എന്നറിയില്ല. ബെയിലി ക്യാൻസൽ വീണ്ടും ചിലപ്പോൾ അകത്തു പോകും. നിങ്ങൾ ചോദ്യം ചെയ്യലേക്ക് പിന്നെ ആര് ചോദ്യം ചെയ്യാനാണ്? മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം, നിയമപ്രകാരം സാർ അത് പറയുമ്പോൾ പറയണം, നിയമപ്രകാരം SHOയുടെ മുമ്പിലാണ്. അങ്ങനെ നിയമം ഒന്നും കൂടെ ആരും നോക്കുന്നില്ല. ഇത് നോക്കാത്തത് കൊണ്ടല്ലേ നോർത്ത് ഇന്ത്യയിൽ 9 ദിവസം കന്യാസ്ത്രീമാർക്ക് ജയിലിൽ കിടക്കേണ്ടി വരുന്നത്? ഇതേ നിർബന്ധിതം അവിടെ മറ്റൊരു വാക്കിന്റെ കൂടെ ചേർക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ നിർബന്ധിത ഗർഭഛിദ്രമാണെങ്കിൽ അവിടെ നിർബന്ധിത മതപരിവർത്തനമാണ്. അതായത് രണ്ടിലും രാഷ്ട്രീയമാണ്. ആ നിർബന്ധിത എന്ന വാക്ക് ചേർക്കുന്നതിന് രാഷ്ട്രീയമുണ്ട്. നമ്മുടെ കന്യാസ്ത്രീമാർക്ക് 9 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. നമ്മുടെ മലയാളി കൂടിയായ മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന് 1.5 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. 1.5 വർഷം. എന്തിനാണെന്നറിയാമോ? ഇയാൾ കുറ്റം ചെയ്യാൻ പോകുകയാണ് എന്ന് UP പോലീസ് മുൻകൂട്ടി അറിഞ്ഞ് ഇയാളെ 26 കിലോമീറ്റർ മുമ്പ് തടഞ്ഞ് അറസ്റ്റ് ചെയ്ത് 1.5 വർഷം ജയിലിലിട്ടു. അതായത് സിദ്ദിഖ് കാപ്പൻ കാസ്റ്റ് വാറുകൾ, ജാതി യുദ്ധങ്ങൾ, ഒരു ദളിത് പെൺകുട്ടിയെ അവിടുത്തെ സവർണ ഹിന്ദു സമൂഹത്തിലുള്ളവർ റേപ്പ് ചെയ്തതാണ് കേസ്. അതാണ് നമ്മുടെ ഹത്രാസ് കേസ്. ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഒരു മാധ്യമ പ്രവർത്തകൻ പോകുമ്പോൾ ഇയാൾ ജാതി സ്പർദ്ധ ഉണ്ടാക്കാനാണ് വരുന്നതെന്ന് മുൻകൂട്ടി കണ്ട്, ചെയ്തു എന്നല്ല മുൻകൂട്ടി കണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് 1.5 വർഷം ഇട്ടു. ഇപ്പോഴത്തെ വിവാദ കേസായതുകൊണ്ട് പേര് പറയുന്നില്ല. ഡൽഹി കേസിൽ 5 വർഷമായിട്ട് കുറച്ച് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും വിചാരണ പോലും കിട്ടാതെ, ബെയില് കിട്ടാതെ കിടക്കുന്നില്ലേ? അതേ മിസ്യൂസാണ് ഇവിടെ. നമുക്ക് അവിടെ മിസ്യൂസ് ഉണ്ടാവുമ്പോൾ പൊള്ളാറുണ്ടല്ലോ. അതായത് നോർത്ത് ഇന്ത്യയിൽ നിയമത്തിന്റെ മിസ്യൂസ് ഉണ്ടാക്കി മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ദളിതരെയോ ന്യൂനപക്ഷങ്ങളെയോ വേട്ടയാടുമ്പോൾ നമ്മൾ ശക്തമായിട്ട് പറയണം. ഒരു സംശയമില്ല, ശക്തമായിട്ട് പറയുന്ന വ്യക്തിയാണ് ഞാൻ, എന്നാൽ കഴിയുന്ന രീതിയിൽ നാഷണൽ മീഡിയയിലും. അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കോടതി ഇദ്ദേഹത്തിനെതിരെ തിരിയുവാണെങ്കിൽ ഉറപ്പാണ്. ഞാനിപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ഈ ഒരു കേസിലും പരസ്പര സമ്മതത്തോടെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിലെങ്ങനെ ഒരു പീഡനമാവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ദ്രോഹിക്കുക, അടിക്കുക, അടിച്ചിട്ട് അത് കണ്ടിട്ട് ആനന്ദിക്കുക, ആ രീതിയിലൊക്കെ നടന്ന് ഓക്കെ, ചില ആൾക്കാർക്കൊക്കെ അങ്ങനത്തെ രീതിയിലെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും അതും വിളിച്ച് രണ്ടടിയൊക്കെ അങ്ങോട്ടൊക്കെ കൊടുത്തിട്ട് എൻജോയ് ചെയ്യുന്ന ടീംസുകളൊക്കെ ഉണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ അതൊക്കെ വിളിച്ച് പറയുന്ന രീതി എനിക്കെന്തോ ഒരു പിടുത്തവും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഫ്ലാറ്റ്, അത് ഇത് മറ്റേത് മറിച്ചത്, ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ എങ്ങനെ ജീവിക്കും? ബുദ്ധിയുള്ളവരാരെങ്കിലും ജീവിക്കും? ഇല്ല, അവർ എസ്കേപ്പ് ആവാനെ കൂടുതലും ശ്രമിക്കാറുള്ളൂ. ചില ആൾക്കാരുണ്ട്, ചില പെൺകുട്ടികൾ കൂടെ എന്താ നമ്മൾ നല്ലത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവത്തില്ല, ഒരു കാര്യം അവർക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ അവർ എന്നിട്ടും പിടിച്ചു നിൽക്കുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള അങ്ങനെ കുറെ ടീംസ് ഉണ്ട്. നല്ലൊരു പുളിങ്കൊമ്പ് കാണുമ്പോൾ അങ്ങോട്ട് ചാടി പോകുന്ന കുറേ ഇതുണ്ട്. പിന്നെ ഈ ലോകത്ത് ഒരു പെണ്ണ് വിചാരിച്ച ആടിനെ പട്ടിയാക്കാനും പട്ടി ആടാക്കാനും പറ്റും. അത് അങ്ങനെയാണ്. അതിനവർ ഏത് രീതിയിലും സഞ്ചരിക്കും. ഓക്കെ, എന്തായാലും ഇവിടെ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ തീർച്ചയായിട്ടും കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. എന്തായാലും നമുക്കിനി സ്ത്രീകൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ പറയുന്ന ഫെമിനി എങ്ങാണ്ടാന്ന് അവരുടെ പേര്, അവർ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. പിന്നെ ഒരു ചേച്ചി, ഒരു വീട്ടമ്മ പറയുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. സ്വന്തം ഭർത്താവിരിക്കെ ഇനി അവർ തമ്മിൽ എന്ത് പ്രശ്നം ആയിക്കോട്ടെ, അപ്പം ഈ അതിജീവിത എന്ന പുതിയ പരാതിക്കാരി ചെയ്തു കൂട്ടിയത് എന്താണ്? അത് അവിഹിതമല്ലേ? എന്തുകൊണ്ടാണ് അവർ ചെയ്ത തെണ്ടിത്തട്ടി പറ്റി ആരും സംസാരിക്കാത്തത്? അത് ആർക്കൊരു പ്രശ്നമല്ലേ? ഒന്ന് ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഹോട്ടൽ മുറിയിലൊക്കെ പോയി ഇരുന്നിട്ടാണോ കുടുംബ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തിനായിരിക്കും ഈ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെല്ലാം പരാതിയും പരിഭവവും പറയാൻ വേണ്ടിയിട്ട് മാങ്കൂട്ടത്തിന്റെ അടുത്തേക്ക് ഓടുന്നത്? അവിടെയാണോ കുടുംബ കോടതിയും അല്ലെങ്കിൽ എന്താ പറയാ മറ്റേ മാങ്കൂട്ടം ഇനി വല്ല കൗൺസിലിംഗ് സെന്ററും നടത്തുന്നുണ്ടോ? ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ 3 മണിക്കൂർ നിർബന്ധിച്ച് 3 മണിക്കൂർ പീഡിപ്പിച്ച മാങ്കൂട്ടം, പിതൃത്വം നിഷേധിച്ച മാങ്കൂട്ടം, മുഖത്ത് തുപ്പിയ മാങ്കൂട്ടം, ഇങ്ങനെ ഒരാൾക്ക് പിന്നീട് സമ്മാനങ്ങളും സാമ്പത്തിക സഹായമൊക്കെ ചെയ്ത ഈ ചേച്ചിയെ നമ്മൾ കാണാതെ പോകരുത്, പരിഗണിക്കാതെ പോകരുത്. അപ്പൊ തന്നെ നെല്ല് പുഴുങ്ങി കുത്തിയുണ്ടാക്കുന്ന അരി വേവിച്ച് കഴിക്കുന്ന മലയാളികൾക്ക് കാര്യം മനസ്സിലാവില്ലേ? മലയാളികൾ എന്താ പൊട്ടന്മാരാണോ? ഇപ്പൊ എന്നെ ആരെങ്കിലും സ്നേഹം നടിച്ച് പീഡിപ്പിച്ച് ഞാനെങ്ങാനും ഗർഭം ധരിച്ചു പോയാല് എന്റെ പൊന്നെ, ഞാൻ പിന്നെ ആ പരിസരത്തോലും പോയില്ല. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ മറ്റേ എല്ലിൻ കഷ്ണം കിട്ടിയ പട്ടിയെ പോലെ കിടന്ന് പിടയുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ഈ ഒരു മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കിടന്ന് കാണിക്കുന്ന വ്യഗ്രത എല്ലാ കാര്യത്തിലും കാണിച്ചിരുന്നെങ്കിലും നമ്മളെ കേരളം എന്നേ നന്നായി പോയേനെ. ഈ ന്യൂസ് ചാനലിലെ മൊട്ടാരുണ്ട് ഇന്നലെ എഴുതിട്ടൊരു ചാർട്ട് ഉണ്ടാക്കി കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, ഇത്ര ഗർഭം, ഇത്ര പീഡനം, ഇത്ര അബോർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാ ഇങ്ങനെ മലർന്നു കിടന്ന് തുപ്പുന്നത്? ഒരു ചേച്ചി പറഞ്ഞതാണ്, അവരെത്ര കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാനാണോ ഹോട്ടലുകൾ?
ഞാൻ ആലോചിക്കുകയാണ് ഇങ്ങനെ. ഞാൻ ഒരു കാര്യം പറയാം, ഇതുപോലെയുള്ള തേർഡ് പാർട്ടി കയറി വരുമ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്, അവരെ അങ്ങ് വിശ്വസിച്ച് അങ്ങ് കയറി ചെല്ലുന്നത്. ഞാനും പല ആൾക്കാരെ കണ്ടിട്ടുണ്ട് അങ്ങനെ. ഒരു പരിചയമില്ലാത്ത ആൾക്കാരോട് 2-3 വർഷമൊക്കെ ആയിട്ട് റിലേഷൻ ആയിട്ട് ഇരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഓക്കെ, എവിടെയെങ്കിലും വഴി വെച്ച് കാണുന്ന ചില ആൾക്കാരോടൊക്കെ സൗഹൃദം കൂടി അയാൾ ഇങ്ങനെയാണ്, ടോക്സിക് ആണ്, അങ്ങനെയാണ്, മറ്റാണ്. ഈ ടോക്സിക് എന്ന് പറയുന്ന വ്യക്തി 3 വർഷമായിട്ട് റിലേഷൻ ആയിരിക്കും. അവൻ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അവന്റെ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതായിരിക്കും. അപ്പൊ ഇന്നലെ കയറി വരുന്നതിന്റെ അടുത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ട്രിപ്പ് പോവാം, അല്ലെങ്കിൽ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാം, അങ്ങനെയൊക്കെ റൂം എടുക്കുകയൊക്കെ ചെയ്യും. അവസാനം പോയി പണിയും കിട്ടും, അനുഭവിക്കുകയും ചെയ്യും. അത് തന്നെ ഇങ്ങനെ അത് ഓക്കെ, അതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് കൊടുക്കും, ഇതൊക്കെ തന്നെ പരിപാടി. അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് എല്ലാ ആണുങ്ങളുടെ തലയിലോട്ട് മാത്രം വെക്കരുത്. ഇവിടെ ഞാൻ രാഹുലിനെ വെളുപ്പിക്കാനൊന്നും വരുമല്ല. അയാളും ആ പെൺകുട്ടിയായിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതൊരു പീഡനമാണ്, അങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നുള്ള രീതിയിലൊക്കെ ഓക്കെ. ഇതെല്ലാം അവള് തെളിവ് സഹിതം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ചാറ്റിൽ തന്നെ രാഹുലിൽ 2-3 ലവ് ചിഹ്നവും അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ദ്രോഹിച്ച ഒരു വ്യക്തിയെ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ആലോചിച്ചാൽ, അല്ലെങ്കിൽ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയണം. ഓക്കെ, എന്തായാലും വേറൊരു വീട്ടമ്മ പറയുന്ന വീഡിയോ വെച്ച് തരാം. അനീഷ ശ്രീമതി അനീഷ, ഞാൻ സ്ത്രീകളുടെ പ്രതികരണം കേൾക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. കാരണം നമ്മുടെ പൊതുവേദിയിലെ സ്ത്രീകൾക്ക് എന്താ പറയണ്ടേന്നൊന്ന് കേൾക്കാൻ. പിന്നെ ഇത് 10 ദിവസത്തിന് മുമ്പ് അങ്ങാണ്ട കേസായെന്നല്ലേ പറഞ്ഞു. ഇത് നേരത്തെ കുറച്ച് മുമ്പ് പരാതി കൊടുത്തു, ഇമെയിലായിട്ടാണ് പരാതി കൊടുത്തത്. അത് മനസ്സിലായി. 10 ദിവസത്തിന് മുമ്പ് കേസ് ഇതേപോലെ വന്നു എന്ന് പറഞ്ഞു. ഈ ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഈ രാഹുൽ മാങ്കൂട്ട ഇവരുടെ കണ്ണുമുന്നിൽ തന്നെ നടപ്പുണ്ടായിരുന്നല്ലോ പാലക്കാടായിട്ട്. അപ്പോഴൊന്നും പിടിക്കാൻ ഫുൾ തെളിവോ. ഇപ്പം ഞാനിപ്പോ ഒരു കേസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കൊടുത്താലും നിമിഷ നേരം കൊണ്ട് ഇപ്പം അടച്ചിരിക്കുന്ന ജയിലിൽ നിന്ന് തീഹാറിലോട്ട് വിട്ടുപോകും. ആ ഒരവസ്ഥ ഇപ്പൊ രാഹുലിന് വന്നിരിക്കുന്നത്. എനിക്കിപ്പോ രാഹുലിനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഒരു MLA എന്ന രീതിയിലേ അറിയൂ. പക്ഷെ ഒരാളെ തകർക്കുന്നതിന് ഒരു പരിധിയുണ്ട്. 35 വയസ്സുള്ള ഒരു മനുഷ്യൻ, അതിലും പ്രായം ചെന്ന് 80-90 വയസ്സുള്ളവന്മാർ അപ്പുറത്ത് പെണ്ണുപിടിയുമായിട്ട് ഇരിപ്പുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നമാ. അതുപോലെ തന്നെ ഒരാഴ്ചക്ക് മുമ്പല്ല, ഒരു 2-3 ദിവസത്തിന് മുമ്പ് ഇവിടെ സ്കൂൾ പിള്ളേരുടെ ഒരു വിഷയം വന്ന ഒരു പീഡനം. അതെന്തായി? ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു പറഞ്ഞിട്ടില്ലേ ഒരു ഇതുപോലെ സ്കൂൾ പിള്ളേരുടെ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നത് ആദ്യം ഈ വിഷയത്തിനെ കുറിച്ച് രണ്ടും കൂടെ കണക്ട് ചെയ്ത് സംസാരിച്ച വ്യക്തി ഞാനായിരുന്നു. 2-3 ദിവസം ഇന്നലെ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്തു. അത് തന്നെയാണ് ജനങ്ങളെ ചിന്തിച്ച് തുടങ്ങുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്കൂൾ കുട്ടികൾ ഇവിടെ വളർന്ന തലമുറ അവരുടെ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. എങ്ങാണ്ട് നടക്കുന്ന ഒരു MLA കാര്യം. കാരണം അത് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ശബരിമല വിഷയം മറക്കാനും ജനങ്ങളെ മണ്ടരാക്കാനും അതിനിവിടെ മീഡിയക്കാർ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോലുള്ള കുറച്ച് റിയാക്ഷൻസ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർ ഇതിന്റെ കുറച്ച് സത്യാവസ്ഥകൾ കൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഇട്ട് തരുന്നത് ഇനിയെങ്കിലും നിങ്ങൾ മണ്ടരായി പോരുത് എന്ന് ആലോചിച്ചിട്ട് മാത്രമാണ്. പണ്ട് കാലത്ത് ഈ റേഡിയോ, TV അത് ഇത് മാത്രം കുറച്ച് പത്രത്തിൽ വരുന്ന ന്യൂസ് മാത്രം കേട്ട് വിശ്വസിച്ചിരിക്കുന്ന കുറച്ച് ജനങ്ങളുണ്ടായിരുന്നു. ഇനിയെങ്കിലും അതൊന്ന് മാറി ചിന്തിക്കാൻ നിങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നരകിച്ച് ഇതേ പാർട്ടിയുടെ അണ്ടറിൽ കഴിഞ്ഞ് നിങ്ങൾ ജീവിച്ചേ പോകത്തുള്ളൂ. ഉറപ്പാണ്. നാളെ കിറ്റ് പപ്പടവും അതും ഇതും മറ്റേത് മറിച്ചതൊക്കെ ആയിട്ട് കിറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ വീണ് പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അതാണ്, വീണ് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദേവി ചെയ്തിട്ട് നിങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഇനിയെങ്കിലും വോട്ട് കൊടുക്കുക. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പോഴത്തെ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സുരക്ഷകളും കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. എന്തേ ആ കുട്ടിയുടെ കാര്യമാകാത്ത, വാളയാറിന്റെ കാര്യമാകാത്തതിന് എന്തോരം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്നു. അതിനൊന്നും ഇല്ലാത്ത ഇമ്പോർട്ടൻസ് ഈ അവിഹിതത്തിന് എന്തിനാ? ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന അവിഹിതം എന്നാ. ഒരു പ്രേക്ഷകർ അഭിപ്രായം അറിയാനല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായം ഒന്ന് പറയട്ടെ. ഞാനിപ്പോ ഒരു ഭാര്യയാ. MLA എന്നൊരു വ്യക്തിയോട് ഞാൻ സംസാരിക്കാൻ, എനിക്ക് എന്റെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി, പറയാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോൾ അയാൾ പറയാം ഒരു റൂം എടുക്ക്, അവിടെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പോയി ഒരു റൂം എടുത്തിട്ട് അയാളെ വിളിച്ച് വീട് മുറിക്കകത്ത് കയറ്റുകയാണ് പതിവ്. അതാണ് ചെയ്യേണ്ടത്. അല്ലേ എനിക്ക് വേണ്ടപ്പെട്ട, അല്ലെ എനിക്ക് എന്റെ ഘട്ടങ്ങളിലേക്ക് MLA പോകാമോ? നമ്മൾ ആ ഘട്ടത്തിൽ എന്തിനാ നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു MLA? അയാളൊരു പുരുഷനാ. നമ്മൾ ആ ഘട്ടത്തിൽ കൊണ്ട് എത്തിക്കേണ്ട അവസ്ഥയില്ല. MLA എന്ന് പറഞ്ഞാലും മനുഷ്യന്റെ സാഹചര്യം ആരായാലും മുതലെടുക്കും. MLA അയാൾ ചെയ്തത് തെറ്റാ, അയാൾ ചെയ്തത് ന്യായീകരിക്കുകയൊന്നുമല്ല. പക്ഷെ സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. ഈ പോലീസുകാർ ഇയാളെ പിടിക്കാൻ തുടങ്ങിയ സുകുമാരക്കുറുപ്പിനെ ആയിരുന്നെങ്കിൽ എന്നെ പിടിച്ചു പോയാനല്ലോ. എന്തൊരു ശുഷ്കാന്ത ഈ പിടിക്കാന്. അയാളുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ. ഇതാണ് ഏറ്റവും വലിയ സംഭവം. ഇന്ന് നോക്കിയോ, ഈ ചാനലുകൾ മൊത്തം ഇത് വെച്ച് കളിച്ചിട്ട് അയ്യപ്പന്റെ സ്വർണത്തിന്റെ മൊത്തം മൂടും ഇപ്പം. ഇത് വെച്ച് കളിക്കല്ലേ? ഇതൊരു പ്രധാന വാർത്തയല്ലേ? രാത്രി പോലീസ് കാടളയ്ക്ക് വളരെ രഹസ്യമായ ഒരു MLA പിടിച്ച് അകത്തിടുമ്പോൾ ഒരു സ്ത്രീ ഈ
സ്ത്രീകൾ മൊത്തം ഒരാളും കണ്ടേ ഉള്ളൂ വിവാഹം കഴിക്കാത്ത, ബാക്കി മൊത്തം ഭാര്യമാരാ, മൊത്തം സ്ത്രീകളാ. ഇവരുടെ വിഷയം ഇത് പീഡനമാണോ? പീഡനമാണെങ്കിൽ ഓക്കെ, ഇതൊരു ന്യൂസ് ആക്കിക്കോ. ഇത് പീഡനമാണോ? സുപ്രീം കോടതി വരെ ഉഭയകക്ഷി പ്രകാരം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം, ഇപ്പം വന്ന ഈ ഒരു കേസ്, ഇന്ന് ഈ പിടിച്ച കേസ് വർഷങ്ങൾക്ക് മുമ്പ് അയാള് പിന്നെ കോൺഗ്രസിന്റെ വെറും പാർട്ടി നേതാവായ സമയത്ത് നടന്നൊരു വിഷയമാണ്. അതിപ്പം കൊണ്ട് ഇത്രയും നാളെ ആ സ്ത്രീ കോമൺ സ്റ്റേജിൽ അവർ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. വീട്ടമ്മമാർക്ക് കാര്യം കത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും സാധ്യത. രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ജനങ്ങളുണ്ടെന്ന് ഇപ്പൊ തന്നെ എനിക്ക് ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാകും. കാരണം അവർക്ക് ഉത്തരവില്ല. ശബരിമല വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അതൊക്കെയാണ് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. എടേ, നമ്മൾ ഇപ്പോഴും പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ കാനഡക്കാരുടെ ഡിവോഴ്സ് ആണോ അതൊന്നും അറിയണം. അവളുടെ ഡിവോഴ്സ് ആണോ ഇല്ലെന്നൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഡിവോഴ്സ് ആണോ? ഡിവോഴ്സ് അല്ലെങ്കിൽ അവൾ ആ ഭർത്താവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയില്ലേ? അതൊന്നും ഇവിടെ ആർക്കും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, രാഹുൽ തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കുക. അത്ര ഞാനിപ്പോൾ പറയുന്നത്. എന്തായാലും ഓരോ വ്യക്തിയുടെ വീഡിയോ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചെന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ എവിടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവിക്കുക. ബൈ, ലവ് യു ഓൾ.